16-ാമത്തെ വയസ്സിൽ സിനിമാ ജീവിതത്തിലേക്ക് എത്തിയ നായിക. തൊട്ടടുത്ത വർഷങ്ങളിലെല്ലാം കൈനിറയെ സിനിമകൾ, പിന്നാലെ ഒരൊറ്റ പോക്കായിരുന്നു. ഒരു ഘട്ടത്തിൽ മലയാള സിനിമയിലെ ഏറ്റവും വിലയേറിയ താരമായിട്ട് പോലും ഈ നായിക മാറി. പിന്നീട് പല ഇൻഡസ്ട്രികളിൽ നിന്നും വിളികൾ, അങ്ങനെ നിർത്താതെ സിനിമകൾ. ഒരു ഘട്ടത്തിലെത്തിയപ്പോഴേക്കും സിനിമാ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ വരുന്നു. അതിനുശേഷം ഈ നടി അണ്ടർഗോ ചെയ്ത തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി, ഇന്നും പല സ്ത്രീകൾക്കും ജീവിക്കാൻ ധൈര്യം തരുന്ന ഒരു വനിതയായി മാറി ഈ നായിക. ഇപ്പോഴിതാ തൻ്റെ 90-ാമത്തെ സിനിമയിൽ അഭിനയ ജീവിതത്തിലേക്ക് എത്തി നിൽക്കുന്നു. റിയാസ് മാരാത്ത് സംവിധാനം ചെയ്ത അനോമി എന്ന ചിത്രത്തിലെ നായികയായ ഭാവന. റീഇൻട്രൊഡ്യൂസിംഗ് ഭാവന എന്ന തലക്കെട്ടോടുകൂടി റിയാസ് മാരാത്ത് സംവിധാനം ചെയ്യുന്ന അനോമി തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഭാവനയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഭാവന ചിത്രം തിയേറ്ററുകളിലേക്ക് വരുമ്പോൾ കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ളവർ. അതുകൊണ്ട് ഭാവനയുടെ ഈ 90 സിനിമകളെ തമ്മിലുള്ള ഒരു ഗ്രാഫിനെ പറ്റി സംസാരിക്കുന്നതിനേക്കാൾ ഉപരി ഭാവന ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതിന്നും പല നായികമാർക്കും സ്വപ്നം മാത്രമാണ്. പറഞ്ഞു വരുന്നത്, നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് പുറകിലോട്ട് പോകാം. ഒരു ഫ്ലാഷ് ബാക്ക്. 2002-ലാണ് ഭാവന മലയാള സിനിമാ ലോകത്തേക്ക് എത്തുന്നത്. കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന സിനിമ, അതിനകത്ത് പരിമളം എന്ന കഥാപാത്രമായിട്ടാണ് ഭാവന എത്തുന്നത്. ഭാവന സിനിമയിൽ നായികയൊന്നുമല്ല, പക്ഷേ പരിമളം എന്ന കഥാപാത്രം ആ സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവരുടെയും മനസ്സിലേക്ക് തട്ടി. ഓർക്കണം, 15-16 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം. ആ കഥാപാത്രം അങ്ങ് കയറിക്കൊളുത്തിയ ഭാവനയ്ക്ക് പിന്നീട് അങ്ങോട്ട് സിനിമകൾക്ക് മേൽ സിനിമകളായിരുന്നു. 2003-ൽ തന്നെ കമ്മിറ്റ് ചെയ്തത് 6 സിനിമകളാണ്. അതിൽ ക്രോണിക് ബാച്ചിലറാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സിനിമ. സന്ധ്യ എന്നായിരുന്നു കഥാപാത്രം. മുകേഷിന്റെ പേരായിട്ടാണ് എത്തിയത്. ആ സിനിമ തിയേറ്ററുകളിൽ നല്ല വിജയമായിരുന്നു. മമ്മൂട്ടിയാണ് പ്രധാന വേഷത്തിലെത്തിയത്. ആ സിനിമ സിദ്ദിഖാണ് സംവിധാനം ചെയ്തത്. പിന്നീടാണ് ഒരുപക്ഷെ യുവാക്കളുടെ ഹരമായിട്ട് മാറിയ ഒരു സിനിമ, ഭാവനയുടെ കഥാപാത്രം ഏറ്റവും കൂടുതൽ ചർച്ചയായ സിനിമ, ഇന്നും ആ കഥാപാത്രത്തെ പറ്റി സംസാരിക്കുന്ന ഒരു സിനിമ, യെസ്, സ്വപ്നക്കൂട്. കമൽ തന്നെയാണ് ഈ സിനിമയുടെ സംവിധായകൻ. പത്മ എന്ന കഥാപാത്രമായിട്ടാണ് ഭാവന എത്തിയത്. പൃഥ്വിരാജ്, ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ, മീര ജാസ്മിൻ, അങ്ങനെ ഒരു വലിയ താരനിര, കൂടെ ഭാവനയും. അതിനുശേഷം കുറച്ച് 2-3 സിനിമകൾ ഉണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു ടോപ്പ് ഗ്രോസർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന സിനിമയായിരുന്നു CID മൂസ. CID മൂസയിലെ കഥാപാത്രത്തെ ഇന്നും പലരും പ്രേക്ഷകരും ഓർക്കുന്നുണ്ട്. TV-യിൽ ഇന്ന് വരുമ്പോഴും ഭാവനയുടെ കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് കുറച്ച് ഫ്ലോപ്പുകൾ ഉണ്ടായിരുന്നു. വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീടും ഇവർ പോലുള്ള സിനിമകളൊക്കെ ഭാവന കമ്മിറ്റ് ചെയ്തിരുന്നു. അതെല്ലാം അതിന് തുടർന്നുള്ള. അപ്പോൾ ഓർക്കണം, ഒരൊറ്റ സിനിമയിൽ നിന്നും അടുത്ത വർഷം 6 സിനിമകളാണ് ഭാവന നേടിയെടുത്തത്. 2004-ലേക്ക് വരുമ്പോഴേക്കും തുടങ്ങുന്നത് പറയാമെന്ന സിനിമയിലൂടെയാണ്. തിയേറ്ററിൽ വിജയിച്ചില്ല. പിന്നീട് വന്നത് ഒരു കൾട്ട് ക്ലാസിക് സിനിമയായിരുന്നു. റാഫി മേക്കാട്ടിൻ്റെ സംവിധാനത്തിൽ ജയസൂര്യയെ നായകനാക്കിക്കൊണ്ട് നവ്യ നായറും ഭാവനയും ചേർന്ന് അഭിനയിച്ച ചതിക്കാത്ത ചന്തു. തിയേറ്ററുകളിൽ ഗംഭീരമായ വിജയം നേടിയ സിനിമ TV-യിൽ ഇപ്പോൾ വന്നാലും ആളുകൾ റിപ്പീറ്റ് അടിച്ച് കാണുന്ന സിനിമയായിട്ട് മാറി. പിന്നീട് വന്നത് ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ആയിരുന്നു. സ്പെഷ്യൽ അപ്പിയറൻസ് ആയിട്ട് 2003-ൽ ഒരു സിനിമ ചെയ്തിരുന്നു, തിളക്കം എന്നാണ് സിനിമയുടെ പേര്. 2004-ൽ റൺവേ എന്ന സിനിമയും കൂടി ഭാവന ഒരു സ്പെഷ്യൽ ക്യാമിയോ അപ്പിയറൻസിൽ ചെയ്തിരുന്നു. അതിൽ ഒസ്സലമൈലേസ് എന്ന പാട്ടിലാണ് ഭാവന വരുന്നത്. പിന്നീട് അങ്ങോട്ട് ചെയ്ത 2 സിനിമകളായിരുന്നു യൂത്ത് ഫെസ്റ്റിവൽ, അമൃതം എന്ന് പറയുന്നത്. യൂത്ത് ഫെസ്റ്റിവൽ ആവട്ടെ അമൃതവും ആവട്ടെ തിയേറ്ററുകളിൽ വലിയ വിജയമായില്ലെങ്കിൽ പോലും ഭാവനയ്ക്ക് അത്യാവശ്യം നല്ല പേര് കിട്ടിയ ഒരു സിനിമയും കൂടിയായിരുന്നു. 2005-ൽ തുടങ്ങിയത് തന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന സിനിമയുമായിട്ടാണ്. രാജേഷ് പിള്ളയുടെ ആദ്യത്തെ സിനിമയായിരുന്നു ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. ആ സിനിമ പരാജയമായി മാറിയിരുന്നു. പിന്നീട് പോലീസ്, ബംഗ്ലാവിൽ ഔദ എന്ന സിനിമ ചെയ്തു. ദൈവനാമത്തിൽ എന്നായിരുന്നു മറ്റൊരു സിനിമ. ദൈവനാമത്തിൽ സംവിധാനം ചെയ്തത് ജയരാജാണ്. കേരള സ്റ്റേറ്റ് അവാർഡ് ഭാവനയ്ക്ക് കിട്ടിയ ഒരു സിനിമയും കൂടിയായിരുന്നു ദൈവനാമത്തിൽ. ഒരുപക്ഷെ ഭാവനയ്ക്ക് ഒരു റെസിപ്പിയൻ 2 അവാർഡുകളിൽ 1ാമത്തെ അവാർഡ് ദൈവനാമത്തിൽ എന്ന സിനിമയ്ക്കാണ്. പിന്നീട് ചെയ്തത് ചാന്തുപൊട്ട്, ബസ് കണ്ടക്ടർ, ഉദയനാണ് താരം. നായികയായി നിന്ന് ജ്വലിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി അടുത്ത സിനിമകൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ പോലും തനിക്ക് പ്രധാന വേഷത്തിൽ മാത്രമേ അഭിനയിക്കുകയുള്ളൂ എന്നതല്ലായിരുന്നു ഭാവനയുടെ ചിന്ത. തനിക്ക് കിട്ടുന്ന കഥാപാത്രം ഗംഭീരമാക്കി മാറ്റാനുള്ള കഴിവ്, അതനുസരിച്ചുള്ളൊരു നിശ്ചയദാർഢ്യം എന്നൊക്കെ പറയത്തില്ലേ, അതായിരുന്നു ഭാവനയുടെ കരിയർ. ചാന്തുപൊട്ട് എന്ന സിനിമ നായിക ഗോപികയാണ്. ഭാവന ഒരു ഘട്ടത്തിലാണ് ആ സിനിമയിലേക്ക് എൻ്റർ ആവുന്നത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഭാവന വരുന്ന സീക്വൻസ് ഒക്കെ ഭയങ്കര രസമാണ്. ഇപ്പോൾ നരൻ എന്ന സിനിമയിൽ ലീല എന്ന കഥാപാത്രമായിട്ടാണ് ഭാവന എത്തുന്നത്. ഭാവനയല്ല അതിലെ നായിക, ബട്ട് ഭാവന ആ പടത്തിലുണ്ട് എന്നുള്ളൊരു മാർക്ക് ജോഷിയും മോഹൻലാൽ കൂട്ടുകെട്ടിൽ വന്ന ആ സിനിമയ്ക്ക് അത് ഭാവനയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ബസ് കണ്ടക്ടറിലും ഭാവനയല്ല നായിക. ഇപ്പോൾ ഓർത്ത് പോയി, ഇപ്പോൾ ഉദയനാണ് താരത്തിൽ ഭാവനയല്ല നായിക, മീനയാണ് നായിക. ഭാവന ആ സിനിമയിൽ ഒരു അഭിനയിക്കുന്ന ഒരു നടിയായിട്ടാണ് വരുന്നത്. ഗായത്രി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അങ്ങനെയാണ് ഭാവന എത്തുന്നത്. സോ
അതാണ് ആ ഫിലിമോഗ്രഫി തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നീടാണ് ഭാവന തമിഴിലേക്ക് പോകുന്നത് 2006 കേട്ടോ. 2006 ചിത്രം പേസതടി എന്ന പടവുമായിട്ടാണ് തമിഴ് ഡെബ്യൂട്ട് ഭാവന നടത്തുന്നത്. 2006 തന്നെ മിസ്കിനായിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ. 2006 തന്നെ തമിഴിലേക്ക് പോയി, കാരണം അത്രയും വലിയൊരു ഓളം അവിടെ ഉണ്ടാക്കി. പിന്നീട് ഭാവന പ്രധാന വേഷത്തിലെത്തിയ ഷാജി കൈലാസ് സുരേഷ് ഗോപി ചിത്രമായിരുന്നു ചിന്താമണി കൊലക്കേസ്. തിയേറ്ററിൽ വലിയ വിജയമായിരുന്നു. ഇപ്പോഴും അതിൻ്റെ 2ാം ഭാഗമൊക്കെ വരുമെന്നുള്ള വിശ്വാസമൊക്കെ ഉണ്ട്. ബട്ട് ഭാവന എന്നത് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ നടത്തിയിരുന്നു. പിന്നീട് അങ്ങോട്ട് വന്ന 2-3 സിനിമകൾ ഇതാണ്. കിസാൻ, അത് കലാഭവൻ നായകനെ എത്തിയ സിനിമയാണ്, തിയേറ്ററിൽ വിജയമായില്ല. ചെസ് എന്നായിരുന്നു അടുത്ത സിനിമയുടെ പേര്. കിസാനും ചെസ്സുമാണ് 2006 പിന്നീട് ഭാവനയുടെ റിലീസ് ചെയ്ത സിനിമകൾ. 2007 വരുമ്പോഴേക്കും തുടക്കം ദീപാവലി ആയിട്ടായിരുന്നു. ദീപാവലി ഇപ്പോഴും തമിഴിലൊരു കൾട്ട് ക്ലാസിക് പടമാണ്. ജയം രവിയാണ് ചിത്രത്തിലെ പ്രധാന വേഷത്തിൽ എത്തിയത്. പിന്നെയാണ് 2007 ചോട്ടാ മുംബൈ വരുന്നത്. തല തിരിഞ്ഞാൽ ലത എന്ന് പറയുന്ന ആ ലത എന്ന കഥാപാത്രം ഒരുപക്ഷെ അന്നത്തെ എന്താ പറയുക തൻ്റെടി എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ട് അതിനൊരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. ചോട്ടാ മുംബൈക്ക് റിലീസ് ചെയ്ത സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഭാവനയുടെ ഇൻട്രൊഡക്ഷൻ സീനിന് കിട്ടിയ ആ ഒരു നിറഞ്ഞ കയ്യടി. വാസ്കോ ഡ ഗാമ എന്ന കഥാപാത്രം ചെയ്ത മോഹൻലാലിന് കിട്ടിയ അതേ കയ്യടി, അതേ ഓളം ലതയ്ക്കും ഉണ്ടായിരുന്നു. വിച്ച് പ്രൂവ്സ് വാട്ട് ഷി ഹസ് ഡൺ ഇൻ ദാറ്റ് ഫിലിം എന്നത്. പിന്നീട് ചെയ്ത സിനിമ ആര്യയായിരുന്നു. അടുപ്പിച്ചടുപ്പിച്ച് തമിഴ് സിനിമകൾ 2006 2007 ഭാവന കമ്മിറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. ആര്യ നായകനെ എത്തിയത് മാധവനാണ്. പിന്നീട് ചെയ്ത 2-3 സിനിമകളുണ്ട്. അതൊന്ന് രാമേശ്വരമാണ്, അതിനകത്ത് ജീവയാണ് പ്രധാന വേഷത്തിലെത്തിയത്, ഭാവനയാണ് നായികയായി എത്തുകയും ചെയ്തത്. അത് കഴിഞ്ഞ് 2008 ചെയ്ത സിനിമയാണ് വാഴ്ത്തുകൾ, അതും മാധവനാണ് ആയത്. ആ 2008 2006 തമിഴ് ഡെബ്യൂ നടത്തിയെങ്കിൽ 2008 ഭാവന പോയി തെലുഗു ഡെബ്യൂ ചെയ്തത് ഒണ്ടാരി എന്ന ചിത്രവുമായിട്ടാണ്. അത് ഗോപി ചന്ദായിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയത്. 2008 തന്നെ മലയാളത്തിൽ ചെയ്ത 2-3 സിനിമകളുണ്ട്. അതിലൊന്ന് മുല്ലയാണ്. മുല്ല ലാൽ ജോസ് ദിലീപ് കൂട്ടുകെട്ടിൽ വന്ന സിനിമയാണ്. അതിനകത്ത് നായികയല്ല. അതായത് ഭാവന മറ്റ് ഇൻഡസ്ട്രികളിൽ പോയി തിളങ്ങി നിന്ന് പ്രധാന വേഷത്തിലെത്തി. നമുക്ക് ഇന്ന് കാണാമല്ലോ, ഇന്നത്തെ പോലും ചില നായികമാർ അവർ നായികയാണെങ്കിൽ മാത്രമേ അഭിനയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് തൻ്റെ കരിയറിന് ഉച്ചത്തിൽ എന്ന് പറയുന്ന ആ പോയിന്റിൽ ഭാവന വെറൈറ്റി റോൾസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ, ഇവിടെ പല നായകന്മാരും സൈഡ് റോളുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചില ക്യാമിയോ പോലും ഇല്ല, തൻ്റെ സിനിമയിൽ ചെറിയൊരു പാർട്ടാവുന്ന സിനിമയിൽ പോലും തൻ്റെ സ്റ്റാർ വാല്യൂ ഇടിഞ്ഞു പോകുന്ന സമയത്ത് എന്ത് സ്റ്റാർ വാല്യൂക്ക് എൻ്റെ പിന്നാലെ വരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ കോൺഫിഡൻസ് ഉള്ള നടിയായിരുന്നു ഭാവന. ഒരുപക്ഷെ ഇന്ന് പല സിനിമ നായികമാർക്കും അടുപ്പിച്ചടുപ്പിച്ച് 2-3 സിനിമകൾ കിട്ടുമോ എന്ന ഭയത്തിൽ പോലും ഇവിടെ അടുപ്പിച്ച് സിനിമകൾ ഹിറ്റാക്കി ഒരു ലക്കി ചാം എന്ന് വിളിക്കപ്പെടുന്ന നായികയായിട്ട് പോലും അന്തഘട്ടത്തിൽ ഭാവന തൂക്കിയടിക്കുകയായിരുന്നു ബോക്സ് ഓഫീസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മുല്ല പക്ഷേ തിയേറ്ററുകളിൽ വലിയ വിജയമായില്ല, കാരണം ഭാവന അല്ല ലീഡ് റോൾ ചെയ്തത്. ആ സിനിമയ്ക്ക് അതിൻ്റെതായ പല ഫ്ലോസ് ഉണ്ട്. പിന്നീട് ചെയ്ത സിനിമ എന്ന് പറയുന്നത് ജയം കൊണ്ടാൻ എന്നതായിരുന്നു. അതും ആക്ച്വലി ഒരു തമിഴ് പടമാണ്. പിന്നീട് ചെയ്ത സിനിമയായിരുന്നു ഹീറോ ആക്ച്വലി തെലുങ്ക് പടം കേട്ടോ. നിതിനായിരുന്നു സിനിമയിൽ പ്രധാന വേഷത്തിൽ ചെയ്തത്. 2008 ഭാവന പിന്നീട് 2020 എന്ന സിനിമയിൽ അഭിനയിച്ചത്. അതും പല ആളുകളും വെറുതെ വന്നു പോകുന്ന ചില ഷോട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഭാവനയ്ക്കായി ഒരു പാട്ട് തന്നെ ആ പടത്തിലുണ്ട് താൻ. 2008 ലോലിപോപ്പ് എന്ന സിനിമയും കൂടെ ഭാവന ചെയ്തു. ലോലിപോപ്പ് ആ സമയത്ത് തിയേറ്ററിൽ വലിയ വിജയമായിരുന്നില്ല, ബട്ട് സ്റ്റിൽ ഇപ്പോഴും ആളുകൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു സിനിമയാണ് ലോലിപോപ്പ്. 2009 ഒരു പക്ഷേ ഭാവനയുടെ പലതരത്തിലുള്ള ജോണർ റിലീസ് ചെയ്ത സിനിമകളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാഗർ ഏലിയാസ് ജാക്കി എന്ന് പറഞ്ഞൊരു സിനിമ വളരെ ഇൻ്റലിജൻറ്റ് ഷാർപ്പായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആയിട്ടാണ് ഭാവന അതിനകത്ത് അഭിനയിച്ചത്. അതിനുശേഷം തൊട്ടടുത്ത സിനിമ എന്ന് പറയുന്നത് വിൻ്ററാണ്. വിൻ്റർ ഇന്നും പല മലയാളികൾക്കും ഒരു പേടി സ്വപ്നമുള്ള ഒരു സിനിമയാണെന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കുക. ഭയങ്കര ഒരു ഹൊറർ പടമാണ്. ജയറാമാണ് അതിൽ പ്രധാന വേഷം ചെയ്തത്. ദീപു കരുണാകരനാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. റോബിൻ ഹുഡ് ആയിരുന്നു അടുത്ത പടം. ജോഷി പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ നരേനും ഉണ്ടായിരുന്നു പടത്തിൽ. അതിനകത്ത് ഒരു ഗംഭീരമായ റോളായിരുന്നു ചെയ്തത്. പിന്നീട് ചെയ്തത് മഹാത്മാ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. മഹാത്മാ ഒരു തെലുങ്ക് പടത്തിലായിരുന്നു. അത് ശ്രീകാന്തായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഇനി 2010 വരാം. കൃഷ്ണേന്ദു എന്ന കഥാപാത്രം ഒരുപക്ഷെ ഇന്ന് കോമഡി സീനുകളിലൊക്കെ അടുപ്പിച്ചായിട്ട് റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ട് ചെയ്തത് ഹാപ്പി ഹസ്ബൻഡ്സ് എന്ന സിനിമ. ജയറാം, ഇന്ദ്രജിത്ത്, ജയസൂര്യ എന്നിവർ പ്രധാന വേഷത്തിൽ ചെയ്ത സിനിമ. സജി സുരേന്ദ്രനായിരുന്നു അതിൻ്റെ സംവിധായകൻ. കൃഷ്ണ പൂജപ്പുരയായിരുന്നു അതിൻ്റെ തിരക്കഥാകൃത്ത്. ആ സിനിമയിൽ ഭാവനയുടെ വേഷം ഭയങ്കര രസമുള്ളൊരു വേഷമായിരുന്നു. പിന്നീട് കുറച്ചധികം സിനിമകൾ കേട്ടോ. ആസൽ എന്ന് പറയുന്ന തമിഴ് സിനിമ ചെയ്തു. കന്നഡയിൽ ഡെബ്യൂ ചെയ്യുന്നത് 2010 ജാക്കി എന്നാണ് ആ സിനിമയുടെ പേര്. പുനീത് രാജ്കുമാർ ആയിരുന്നു ആ സിനിമയിലെ നായകൻ. അതായത് ഭാവനയുടെ കരിയർ ആലോചിച്ച് നോക്കി, തമിഴ്, തെലുങ്ക്, കന്നഡ, ഇത് ഇങ്ങനെ പോകുന്നൊരു ഗ്രാഫ്. ലൈക്ക് മലയാളത്തിലുണ്ടാക്കിയ ഓളം അവിടെ പോയി ചെയ്ത് ഫലിപ്പിക്കുകയാണ്.
അന്തഘട്ടത്തിൽ 2006, 8, 10 ആ ഘട്ടത്തിലാണെന്നും കൂടി ആലോചിക്കണം. 2010 പിന്നെ മേരിക്കുണ്ടൊരു കുഞ്ഞാട് വരുന്നത്. മേരിക്കുണ്ടൊരു കുഞ്ഞാട് ബോക്സ് ഓഫീസിൽ വലിയ സക്സസ് ആയിരുന്നു. ഭയങ്കര, അതായത് മേരി എന്ന ടൈറ്റിൽ കഥാപാത്രമാണ് ഭാവന ചെയ്തത്. അത് ഒരു നായക കേന്ദ്രീകൃത സിനിമയിൽ ടൈറ്റിൽ ക്യാരക്ടറായിട്ട് ചെയ്യുന്നു എന്നതും കൂടി ഓർക്കുക. 2011 ഈ ബോക്സ് ഓഫീസിൽ ഇങ്ങനൊരു ഗ്രാഫാണ് വന്നുകൊണ്ടിരുന്നത്. അതായത് കുടുംബശ്രീ ട്രാവൽസ് എന്നൊരു സിനിമ, ജയറാമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയ ആ സിനിമ തിയേറ്ററിൽ വർക്കായില്ല. ദ മെട്രോ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ വർക്കായില്ല. ഡോക്ടർ ലവ് കുഞ്ചാക്കോ നായകനെ എത്തിയ സിനിമയായിരുന്നു, അതും തിയേറ്ററിൽ വർക്കായില്ല. ഒരു മരുഭൂമി കഥ, അതാണ് തിയേറ്ററിൽ വർക്കായ ഒരു സിനിമ. അത് പ്രിയദർശൻ, മോഹൻലാൽ, മുകേഷ് കൂട്ടുകെട്ടിൽ വന്ന സിനിമയാണ്. ആ ഒരു കാറ്റമൂസ് കളി ഉണ്ടല്ലോ, മുകേഷ് മോഹൻലാലിൻ്റെ കൂട്ടത്തിൽ ഭാവനയും കൂടെ വന്നപ്പോഴുള്ളൊരു കാറ്റമൂസ് കളി ഭയങ്കര രസമാണ്. അത് ഇപ്പോഴും റിപ്പീറ്റ് വാച്ചുള്ള സീനുകളാണ്. 2012 പിന്നീട് വീണ്ടും തെലുഗുവിലൊരു ക്യാമിയോ റോള് ഭാവന ചെയ്യുന്നത്. നിപ്പു എന്നാണ് ആ സിനിമയുടെ പേര്. കന്നഡയിൽ പോയി റോമിയോ ചെയ്തു. അങ്ങനെ പിന്നീട് മറ്റ് ഇൻഡസ്ട്രികളിൽ ഫ്ലറിഷ് ആവാൻ ഭാവന തുടങ്ങി. അതായത് ഇവിടെ 2012 തന്നെ ഒഴിമുറിയും ട്രിവാൻഡ്രം ലോഡ്ജും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഭാവന അപ്പുറത്തെ മറ്റ് ഇൻഡസ്ട്രികളിലും പോയി. അങ്ങനെ തിരക്ക്. അതായത് ആ ഇൻഡസ്ട്രി, ഈ ഇൻഡസ്ട്രി, ഈ ഇൻഡസ്ട്രി. ഇവിടെ സെറ്റുകളിൽ എന്ന് പറയുമ്പോൾ അവിടെ ഇൻഡസ്ട്രികളിൽ നിന്ന് ഇൻഡസ്ട്രികളിലേക്ക് ഭാവന കളിക്കാൻ തുടങ്ങി. അങ്ങനെ അമ്മാതിരി റേഞ്ചിലേക്ക് ഭാവന പോകുന്ന ഒരു ഫ്ലറിഷിങ് ഇയേഴ്സ് ആയിരുന്നു 2012-13 എന്ന് പറയുന്നത്. അങ്ങനെയാണ് 2013 ടോപ്പി വാല എന്ന് പറയുന്നൊരു സിനിമ ചെയ്യുന്നത്. അതായത് ഉപേന്ദ്രയുടെ കൂടെയാണ് ആ കന്നഡ പടം ചെയ്തത്. കന്നഡയിൽ ഭാവന വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ നിങ്ങൾ നോക്കി, പുനീത് രാജ്കുമാർ, ഇപ്പം ഉപേന്ദ്ര, കിച്ച സുദീപ, അങ്ങനെ കന്നഡയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർസുമായിട്ടൊക്കെ ഭാവന ചെയ്തു കഴിഞ്ഞു. തെലുങ്കിലും സെയിം, തമിഴിലും സെയിം. അവിടെ അന്തഘട്ടത്തിൽ തരംഗമായി നിൽക്കുന്ന ആളുകളുമായിട്ടൊക്കെ പെയർ ചെയ്യാൻ ഭാവനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഭാവനയുടെ ഭാഗ്യമൊന്നുമല്ല, ഇറ്റ്സ് ഹർ ഷിയർ ഡിറ്റർമിനേഷൻ. അത് അവർ കൊണ്ടുപോയവരുടെ കരിയർ എങ്ങനെയായിരുന്നു, ഭയങ്കര രസമുള്ളൊരു കരിയറാണ് ഭാവനയുടെ. 2013 കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞ്, കുറച്ച് ഇടവേള കഴിഞ്ഞ് ഹണി ബി എന്ന് പറഞ്ഞൊരു സിനിമയിലേക്ക് ഭാവന വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഏഴാമത്തെ വരവ് എന്നൊരു സിനിമ ചെയ്തു. അതും പക്ഷേ തിയേറ്ററിൽ വലിയ വിജയമായില്ല. 2014 പിന്നീട് ചെയ്ത കുറച്ച് സിനിമകളുണ്ട്. ഇപ്പോൾ പോളിടെക്നിക്, ആംഗ്രി ബേബീസ് ഇൻ ലവ് പോലുള്ള സിനിമകളൊക്കെ ചെയ്തു. 2015 കോഹിനൂർ ചെയ്തു. ഹലോ നമസ്തേ എന്ന് പറഞ്ഞ സിനിമ. ഇതൊന്നും തിയേറ്ററിൽ വലിയ വിജയമായില്ല എന്നത് കൂടി എടുത്തു പറയണം. 2016 മുകുന്ദമാരി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത്. അതും നായകനായത് ഉപേന്ദ്രയാണ്. കുട്ടികളുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അത് തിയേറ്ററിൽ വർക്കായില്ല. 2017 ലെറ്റ്സ് കം ടു ദി മേജർ ഇയർ എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാം. ഈ 2016 നമ്മൾ സംസാരിച്ചല്ലോ, അതായത് കുട്ടികളുണ്ട് സൂക്ഷിക്കുക എന്നതായിരുന്നു 2016 ചെയ്ത ഭാവന മലയാള സിനിമ. അതായത് ആ സമയത്ത് ജിനു വി എബ്രഹാം എന്ന തിരക്കഥാകൃത്ത് ഭാവനയോടൊരു കഥ പറയാൻ വേണ്ടി ചെല്ലുകയാണ്. അത് ആഡം ജോവാൻ്റെ കഥയാണ്. 2016 ഭാവന ഒരു തീരുമാനമെടുത്തു, താൻ സിനിമയിൽ നിന്ന് മാറി നിൽക്കാൻ പോകണം. അതിൻ്റെ കാരണം ഇപ്പോഴും ഭാവന പറയുന്നത് ഒരുപാട് ചെയ്ത് മടുത്തു, അതുകൊണ്ട് സിനിമയിൽ നിന്ന് കുറച്ച് നാൾ വിട്ടു നിൽക്കാമെന്ന് ഭാവന തീരുമാനിക്കുകയാണ്. അപ്പോൾ ജിനു വി എബ്രഹാം ഭാവനയോട് കഥ പറയാൻ വേണ്ടി പോകുന്ന സമയത്ത് ഭാവന പറഞ്ഞത്, എനിക്കിപ്പോൾ തൽക്കാലം ഇത് കേൾക്കാൻ താല്പര്യമില്ല എന്നത് പറഞ്ഞു. അങ്ങനെ ജിനു 2 വട്ടം ശ്രമിച്ചു, കഥ പറയാൻ പറ്റിയില്ല. അങ്ങനെ ആഡം ജോവാനിലെ നായകനായ പൃഥ്വിരാജ് ഭാവനയെ വിളിക്കുകയാണ്, ഈ കഥയൊന്ന് കേട്ട് നോക്കുന്ന ഇൻസിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പൃഥ്വിരാജിൻ്റെ ഇൻസിസ്റ്റിൽ ഭാവന ജിനു വി എബ്രഹാമിനെ വിളിച്ച് കഥ പറയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. കഥ പറയുന്ന സമയത്ത് പോലും ഭാവന പറയുന്നത്, നിങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്, ജസ്റ്റ് ഞാൻ കേൾക്കും, വേണ്ട എന്ന് തന്നെയായിരിക്കും എൻ്റെ തീരുമാനം, അത് പറയാൻ പോവുകയാണ് എന്നതാണ്. ഒരു പ്രീ ജഡ്ജ്മെൻറ്റിലാണ് എത്തിയത്. പക്ഷേ ഈ കഥാപാത്രവും കഥയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭാവനയ്ക്ക് തോന്നിയതിന് ശേഷമാണ് ആ സിനിമ കമ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് 2016 ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹണി ബി 2 ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് ഹണി ബി ചെയ്യുന്ന സമയത്ത് 2013 ഹണി ബി ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലാനാണ് ഹണി ബി 2 ഉണ്ടാവും, അതിൽ ഭാവന ഉണ്ടാകുന്നത്. ആ കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമാണ് താൻ ആ സിനിമ ചെയ്യാൻ വേണ്ടി നിന്നതെന്നും പുതിയ തിരക്കഥകളോ സിനിമകളൊന്നും ചെയ്യാൻ പ്ലാൻ ഇല്ല എന്നതും ഭാവന അന്ന് പറഞ്ഞു. പക്ഷേ ആഡം ജോവാൻ്റെ തിരക്കഥ കേട്ടതിന് ശേഷം ആ തീരുമാനം മാറ്റുകയും സിനിമയിൽ ഇനി കൂടുതൽ നിൽക്കാമെന്ന് തീരുമാനമെടുത്ത വർഷവും കൂടിയായിരുന്നു 2017. അങ്ങനെയാണ് ഭാവന ഒരുപക്ഷെ ഹണി ബി 2ഉം അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമന കുട്ടൻസ് ഗംഭീര പടമാണ്, രോഹിത് VSന്റെ പടമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം രോഹിത് VSന്റെ ടിക്കി ടാക്കയുടെ ടീസർ വന്നു, നോട്ട് എ ടീസർ ബട്ട് എ വീഡിയോ. ആ രോഹിത് VSന്റെ പടമായിരുന്നു അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമന കുട്ടൻ. തിയേറ്ററിൽ വർക്കായില്ല, ബട്ട് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ സിനിമ കണ്ടുപോകണം, ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. അങ്ങനെ ഹണി ബി 2.5ഉം വന്നു. അതും ഭാവനയായിട്ട് തന്നെ വന്നിട്ടുണ്ട്, ഏഞ്ചൽ എന്ന കഥാപാത്രവുമായിട്ടും വന്നിട്ടുണ്ട്. അങ്ങനെ 2017 ഒരുപക്ഷെ ആഡം ജോവാൻ റിലീസാവുന്ന സമയത്താണ് 2017 ഒരുപക്ഷെ ഭാവന ആ ഒരു ഘട്ടം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നതും അല്ലെങ്കിൽ തൻ്റെ ലൈഫ് എങ്ങനെയാകുമെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പല സ്ത്രീകൾക്കും വനിതകൾക്കും പ്രചോദനം, എന്താ പറയുക, ഷീ ഈസ് ലിവിങ് ഹെർ ലൈഫ് ആസ് എൻ എക്സാമ്പിൾ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ പോയൊരു ഘട്ടമായിരുന്നു 2017. ബട്ട്
ഷീ വാസ് നെവർ എന്താ പറയുക, ഒരു ഘട്ടത്തിൽ പോലും പുള്ളിക്കാരി ബാക്ക് അടിച്ചിട്ടില്ല. ഒരു വളരെ ദാരുണമായൊരു സംഭവം നടന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ, മേ ബി 3 days 4 days അതിനുള്ളിൽ സിനിമാ സെറ്റിലേക്ക് തിരിച്ചു വന്ന് കാണിച്ച്, ഞാൻ പറയുന്നു ഒരു സിനിമയിലെ നായകന് പോലും നിങ്ങൾക്ക് ഇമ്മാതിരി ഒരു ഇൻട്രൊഡക്ഷൻ കാണാൻ പറ്റത്തില്ല, ഓർ ഒരു കംബാക്ക് അടിക്കാൻ പറ്റത്തില്ല. ദാറ്റ് വാസ് ഹർ വിൽ, ദാറ്റ് വാസ് ഹർ സ്ട്രെങ്ത്. ത്രൂ ഔട്ട് ഞാൻ ഇത്രയും സിനിമകൾ വായിച്ചപ്പോഴും ഇതിലെല്ലാത്തിലും ഭാവന എന്തുകൊണ്ട് ഇത്രയും വലിയൊരു പെയ്ഡ് ആക്ട്രസ് ആയി എന്നത് ചോദിച്ചാൽ അങ്ങനെ ഒരു കരിയർ ഭാവന ഷേപ്പ് ചെയ്തു. ഞാൻ ഇത്രയും വർഷം വായിച്ചല്ലോ, എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടോ? ഷി വാസ് റണ്ണിങ് സെറ്റുകളിൽ നിന്ന് സെറ്റ്, ലൈക്ക് ഇൻഡസ്ട്രികളിൽ നിന്ന് ഇൻഡസ്ട്രികളിലേക്ക് റൺ ചെയ്യുന്നൊരു ഭാവനയാണ്. ഇന്നൊരു 5 പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നായികയെ പലരും ഓർക്കാത്ത ഘട്ടത്തിലാണ് 2002 മുതൽ 2026 വരെ എത്തി നിൽക്കുന്ന 24 year ജേർണിയിൽ നമ്മൾ ഭാവനയെക്കുറിച്ച് സംസാരിക്കുന്നത്, 90ാമത്തെ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നതും കൂടി ഓർക്കുക. ഓക്കെ, അങ്ങനെ 2017 ആഡം ജോൻ വരുന്നു. ആഡം ജോൻ പക്ഷേ തിയേറ്ററിൽ വർക്കായില്ല എന്നത് പറയാം. പിന്നീട് ഭാവന ചെയ്തത് വാസ് എ സെറ്റ് ഓഫ് കന്നഡ ഫിലിംസ്. അതായത് കന്നഡയിൽ നവീൻ എന്ന അതാണ് ഭാവനയുടെ വരൻ. അവർ 2017 എൻഗേജ്ഡായി, 2018 വിവാഹം കഴിച്ചതാണ്. ഹി ഈസ് എ പ്രൊഡ്യൂസർ ഇൻ കന്നഡ മൂവി ഇൻഡസ്ട്രി. അതുകൊണ്ടായിരിക്കാം ദേ ഷിഫ്റ്റഡ് ടു ബാംഗ്ലൂർ. അവിടെ നിന്ന് ഷീ സ്റ്റാർട്ടഡ് ഡൂയിങ് എ ലോട്ട് ഓഫ് കന്നഡ ഫിലിംസ്. കന്നഡ ഫിലിംസിൻ്റെ ഒരു സെറ്റ് തന്നെ ഭാവന ചെയ്യുന്നൊരു ഘട്ടം ഉണ്ടായി. പിന്നീടാണ് 2021 വരെയൊക്കെ ഒരുപാട് കന്നഡ സിനിമകൾ ചെയ്തു. അങ്ങനെ ഷീ മെയ്ഡ് ഹർ കം ബാക്ക് ഇൻ മലയാളം മൂവി ഇൻഡസ്ട്രി ഇൻ 2022. അനൗൺസ്മെൻറ്റ് നടത്തി. ആ സിനിമ എൻഡിക്കാക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു എന്നായിരുന്നു. ഷറഫുദ്ദീൻ ആണ് അതിൽ നായകനായി എത്തിയത്. ആൻഡ് ഓഫ് കോഴ്സ് ഭാവന ആണ് ആ സിനിമയിൽ പ്രധാന വേഷം ചെയ്തത്. ഭയങ്കര വാർത്ത, ഭാവന ഈസ് കമ്മിങ് ബാക്ക് ടു മലയാളം മൂവി ഇൻഡസ്ട്രി എന്നൊരു വാർത്ത വരുന്നൊരു സമയം കൂടി ഉണ്ടായിരുന്നു. ആൻഡ് ആ സിനിമ തിയേറ്ററുകളിൽ ഒരു ആവറേജ് റെസ്പോൺസിലാണ് ആ സിനിമ പോയത്. അതിനിടയിൽ ഐ ജസ്റ്റ് വോണ്ട് ടു കോട്ട് എൻ ഇൻസിഡൻറ്റ്. അതായത് IFFK സമയത്ത് ക്ലോസിംഗ് സെറമണിയിൽ ഭാവന വാസ് ദ ഗസ്റ്റ്. സർക്കാർ എല്ലാം മറച്ചു വെച്ച ആളുകൾക്കൊന്നും ഒരു ക്ലൂവും കൊടുക്കാതെ എല്ലാവരും എന്താ പറയുക, അതിൻ്റെ ഒരു ക്ലോസിംഗ് സെറമണി കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഒന്നും ആർക്കും ഒരു ഐഡിയ ഇല്ല ഭാവന ഈസ് കമ്മിങ് ഓർ സംതിങ്. അപ്പോൾ ഭാവനയെ ഹൈഡ് ചെയ്തുകൊണ്ട് ബാക്ക് സ്റ്റേജിലൊക്കെ പിടിച്ചിരുത്തി, ഭാവന തന്നെ ഷെയർ ചെയ്ത കഥയാണ്. അപ്പോൾ പിടിച്ചിരുത്തി അങ്ങനെ വളരെ സെക്യൂർ ആയിട്ട് 5 മിനിറ്റിനുള്ളിൽ സ്റ്റേജിലേക്ക് വിളിക്കാം മാഡം എന്നൊക്കെ അവിടെ കൂടി നിന്ന് ആളുകളൊക്കെ പറയുന്നു. ഭാവന ടെൻസ്ഡ് ആവുന്നു. അതായത് ഭാവന പറയുന്നത് തൻ്റെ ജീവിതത്തിൽ താൻ ഇത്രയും ഒരു സ്റ്റേജിൽ കയറുമ്പോഴേക്കും ടെൻഷൻ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ തലകറക്കമൊക്കെ വന്നതെന്ന് കേട്ട. ബട്ട് ദ മൊമെന്റ് ഷീ എൻറ്റേർഡ് ദ സ്റ്റേജ് എവ്രിവൺ ഇറപ്റ്റഡ്. ഞാൻ ഉൾപ്പെടെ ആ സ്റ്റേജിൽ ആ സമയത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, നിശാഗന്ധി ഓഡിറ്റോറിയം എന്ന് പറഞ്ഞത് കുലുങ്ങുകയായിരുന്നു. എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ഭാവനയ്ക്ക് കൊടുത്തൊരു റെസ്പെക്റ്റ്, ദ റെസ്പോൺസ് ദാറ്റ് ഭാവനയ്ക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും ഓർക്കുമ്പോൾ കണ്ണീര് വരുന്നു എന്ന് ഭാവന പറയുമ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരെന്ന് എനിക്ക് രോമാഞ്ചം വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ അവിടെ ഇരുന്ന് ഭാവനയുടെ ഇൻട്രോ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴുള്ള ഇൻട്രോ കാണുമ്പോൾ കേൾക്കണം നിങ്ങൾ. അതായത് ആ സമയത്തുണ്ടായിരുന്നവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. ഇന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ കാണുമ്പോൾ പോലും കിട്ടാത്തൊരു ഹൈ ആയിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്ന അഡ്രിനാലിൻ, ഗൂസ് ബംസ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ ഗംഭീര സാധനമായിരുന്നു. അതായത് ദ വെയിറ്റ്, അതായത് ആളുകൾ ഇത്രമാത്രം ഞാൻ കൂടെ ഉണ്ട്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ആ കണക്ഷൻ വാസ് അത് ഗംഭീരമായൊരു കണക്ഷനായിരുന്നു ആ ടൈമിൽ. ജസ്റ്റ് ടു സേ ദാറ്റ് ആ മൊമെൻറ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. 2004 പിന്നീട് ഭാവന ചെയ്ത സിനിമയായിരുന്നു നടികർ. ഭയങ്കര ബഡ്ജറ്റിൽ ചെയ്ത സിനിമയാണ്. ടൊവിനോയായിരുന്നു പ്രധാന വേഷത്തിലെത്തിയ. മൈത്രി മൂവി മേക്കേഴ്സ് തെലുങ്കിൽ നിന്ന് ഇവിടെ വന്ന് ചെയ്ത സിനിമയായിരുന്നു. ജീൻ പോൾ ലാലായിരുന്നു എൻ്റെ സംവിധായകൻ. ജീൻ പോൾ ലാലാണ് ഹണിബിയുടെയും സംവിധായകൻ. മനസ്സിലായില്ല. അപ്പോൾ ആ പടം തിയേറ്ററിൽ വർക്കായില്ല. ആൻഡ് നൗ അപ്പോൾ ഹണ്ട്, ഡോർ ഇതുപോലുള്ള സിനിമകളൊക്കെ വന്നു, പക്ഷെ അതൊന്നും വർക്കായില്ല. ആൻഡ് നൗ ഷീ ഈസ് കമ്മിങ് അപ്പ് വിത്ത് അനോമി. ഒരു പക്ഷേ റഹ്മാനാണ് ഇതിൽ മറ്റൊരു ലീഡ് ചെയ്യുന്നത്. വിഷ്ണു അഗസ്തി സിനിമയിലുണ്ട്. ടീസർ ഇസ് പ്രോമിസിങ്. ആൻഡ് 90ാമത്തെ സിനിമ റീഇൻട്രൊഡ്യൂസിങ് ഭാവന നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. തിയേറ്ററുകളിൽ വലിയ വിജയമാകുമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബിക്കോസ് ഷീ ഹാസ് ടു ബി ഹിയർ. ഇപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ഷീ ഹാസ് ടു ബി ഹിയർ. ഷീ ഹാസ് ടു ഡു മോർ ഫിലിംസ്. മുന്നോട്ട് തന്നെ പോകണം. ആൻഡ് ഉറപ്പായിട്ടും അതിന് നമ്മൾ പ്രേക്ഷകർ കൂടെ നിൽക്കണം. സി ഇഫ് ദാറ്റ് ഫിലിം വർക്ക്സ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റെസ്പെക്റ്റ്, നമ്മുടെ ആഗ്രഹം ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ലെറ്റ് ഹർ സർവൈവ് ഇൻ ദിസ് ഇൻഡസ്ട്രി എന്നത് നമുക്ക് പറയണമെങ്കിൽ വി ഹാവ് ടു ഗോ ആൻഡ് വാച്ച് ദിസ് ഫിലിം. ഓഫ് കോഴ്സ് ഇതിൻ്റെ
ഇതിൻ്റെ എന്താ പറയുക, ഈ സിനിമയുടെ എല്ലാ പടത്തിനും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റവന്യൂസാണ്, തിരിച്ചു കിട്ടുന്ന പരിപാടിയാണ്. ആൻഡ് തിയേറ്ററുകളിൽ പോയി കാണേണ്ട സിനിമയാണ് അനോമി എന്നത് ടീസർ നൽകുന്ന ഒരു വലിയ ഹൈ ആണ്. ആൻഡ് റീഇൻട്രൊഡ്യൂസിങ് ഭാവന എന്നവർ കൊടുക്കുമ്പോൾ അത് വെറുതെ ആവില്ല എന്നൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി നാളത്തേക്ക് ടിക്കറ്റ്സ് ബുക്ക് ചെയ്തേക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നാളെ അനോമിയുടെ റിവ്യൂവുമായി നമുക്ക് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.